ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവ് സംഭവിക്കാൻ പോവുകയാണ്. ഇത്തവണ BJP ബീഹാർ പിടിച്ചടക്കുമെന്ന് തന്നെ കരുതാം. എന്തായാലും ഇതൊരു മധുരമായ ഒരു പകരം വീട്ടലാണ് എന്നുകൂടെ കരുതേണ്ടതായിട്ടുണ്ട്. അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു ഭരണം നടന്ന ലാലു പ്രസാദ് യാദവിൻ്റെ കീഴിൽ ആണ് അദ്വാനി പണ്ട് LK അദ്വാനിയുടെ അറസ്റ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആയിട്ടുള്ള ഇപ്പോൾ തേജസ്വി യാദവ് ഇരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ബീഹാർ BJP പിടിച്ചടക്കുന്നു എന്നുള്ളത് നിർണായകമായ ഒരു മധുരമായിട്ടുള്ള ഒരു പകരം വീട്ടൽ കൂടെയല്ലേ? അത് ശരിയാണ് വിജയ്. ജയന്റെ ആ പറഞ്ഞ അഭിപ്രായം ശരി തന്നെയാണ്. നമ്മൾ പണ്ട് കാലത്തൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയാം. അത് തന്നെയാണ് ഇപ്പോഴ് തേജസ്വി യാദവ് അനുഭവിക്കുന്നത്. അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസം അതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവന നമ്മൾ കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഇനിയും ബീഹാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. RJD ഞങ്ങളുടെ പാർട്ടി, അവിടുത്തെ വലിയ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. വർഷങ്ങളായിട്ട് BJP അവര് ഭരിച്ചിരുന്നതാണ്, ബീഹാർ ഭരിച്ചിരുന്ന പാർട്ടിയാണ്. അപ്പൊ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് വരെ അദ്ദേഹം എത്തി. ഇത് അദ്ദേഹം ചെയ്ത കുറ്റമല്ല, തേജസ്വി യാദവ് ചെയ്ത കുറ്റമല്ല. അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഇത് ആദ്യം വരുത്തി വെച്ചത്. അദ്വാനിയുടെ LK അദ്വാനിയുടെ രഥയാത്ര വടക്കേ ഇന്ത്യൻ ഹൃദയഭൂമിയിലേക്ക് കടന്നു വന്ന സമയത്ത് എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞതാണ്, അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു, അദ്വാനിയുടെ രഥയാത്രയെ തടഞ്ഞു കളയും, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും, അദ്വാനിയെ അറസ്റ്റ് ചെയ്യും ബീഹാറിൽ കൂടെ കടന്നു പോയാൽ എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി. ആ സമയത്ത് രാഷ്ട്രീയ ബോധമുള്ള നേതാക്കന്മാർ ഒരുപാട് പേർ അദ്ദേഹത്തോട് ഉപദേശിച്ചാണ്, ചെയ്യരുത്, അത് പൊയ്ക്കോട്ടെ, രഥയാത്ര അതിന്റെ കാര്യത്തിന് പൊയ്ക്കോട്ടെ. പക്ഷെ ലാലു ആ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ലാലുവിന്റെ പ്രതാപമുള്ള കാലമായിരുന്നു അത്. സമസ്തിപൂരിൽ വെച്ച് അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത ശേഷം എന്താ സംഭവിച്ചത്? അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായൊരു നേട്ടം എന്ന് പറയുന്നത്, ലാലുവിനുണ്ടായ നേട്ടം എന്ന് പറയുന്നത്, അവിടുത്തെ മൈനോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രീതി അദ്ദേഹത്തിന് കിട്ടി. പ്രീതി അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം ഇന്ത്യയുടെ പശ്ചാത്തലം, വടക്കേ ഇന്ത്യയുടെ പശ്ചാത്തലം അറിയാവുന്നവരാണ്. ഭൂരിപക്ഷ ഹിന്ദു സമുദായമാണ്. അപ്പൊ അവരുടെ ആവേശം കൊള്ളിച്ചു കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ രഥയാത്രയാണ്. അത് തടഞ്ഞത് ശരിക്കും അദ്ദേഹത്തിന് തിരിച്ചടിയായിട്ട് മാറി. വീണ്ടും ബീഹാർ രാഷ്ട്രീയത്തിൽ ലാലു മറ്റൊരു കളി കൂടെ നടത്തി നോക്കി നോക്കിയത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് OBC പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ട് വന്ന സമയത്തും ലാലു എടുത്ത് മുന്നിച്ചാടിയിട്ട് പെട്ടെന്ന് റിപ്പോർട്ട് നടപ്പാക്കാനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ലാലുവിന് OBC സമുദായത്തിന്റെയും പിന്തുണ വന്നു. ഇത് രണ്ടുമാണല്ലോ അവിടുത്തെ രാഷ്ട്രീയം നിശ്ചയിക്കുന്നത് ബീഹാറില്. അപ്പൊ ലാലു വിചാരിച്ചിരുന്നത് മുസ്ലിം സമുദായത്തെയും ഈ OBC പിന്നോക്ക സമുദായത്തെയും തന്നെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ബീഹാർ ഒരു ഇന്ത്യയാക്കിക്കൊണ്ട് എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും ബീഹാർ ഭരിക്കാം, ജീവിതകാലം മുഴുവൻ ഭരിക്കാമെന്നാണ് അദ്ദേഹം കരുതിയത്. അവിടെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അതിന് വില കൊടുക്കേണ്ടി വരുന്നത്. ലാലു അനുഭവിച്ചില്ലേ? അവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലിത്തീറ്റ കുംഭകോണ കേസ്, ഏതാണ്ട് 1000 കോടി രൂപ വില വരുന്ന കേസാണ്. അതിന്റെ പേരിൽ അദ്ദേഹം ഏതാണ്ട് 4 വർഷത്തോളം ജയിലിൽ കിടന്നു. ഇപ്പൊ ഈ അവസാന കാലത്തും വീണ്ടും അതിന്റെ കേസ് മഴക്കുകളും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭരണം വന്നു. രണ്ടാമത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭരണം വന്നു. അവരും ഏതാണ്ട് 9 കൊല്ലത്തോളം അവർ ഭരിച്ചു. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ, റാബ്രി ദേവി, ഏതാണ്ട് 15 കൊല്ലം ഭരിച്ചു. ഈ സമയത്തൊക്കെ ബീഹാറിന്റെ അവസ്ഥ എന്തായിരുന്നു? ബീഹാറിൽ ലോ ആൻഡ് ഓർഡർ എന്നൊരു സംഭവമേ ഇല്ലായിരുന്നു എന്നാണ് അക്കാലത്ത്. അവിടെ നിയമവാഴ്ച പോലും ആ സ്റ്റേറ്റിൽ ഇല്ലാതെ പോയ കാലഘട്ടങ്ങളാണ്. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ അവർ നേരിട്ടതാണ്. അപ്പൊ എവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം എലമെന്റ്സ് ഒക്കെ ഇവിടെ ബീഹാറിലേക്ക് കടന്നു വന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത്, ബീഹാറിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് എത്രയെത്ര ബീഹാറികളെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നോക്കുക, ട്രാക്ക്മാന്, സിഗ്നല്, അതേപോലെ തന്നെ കാവല്, ഇതിലെല്ലാം ബീഹാറികൾ കണ്ടമാനം കടന്നു വന്നിരിക്കുകയാണ്. ഇവരെങ്ങനെയാണ് അതിന്റെ യോഗ്യതയൊക്കെ പിന്നീട് ഈ അടുത്ത സമയത്താണല്ലോ അത് പുറത്തു വന്നത്. അവരുടെയൊക്കെ സ്ഥലങ്ങളും വസ്തുക്കളും ഒക്കെ RJDക്ക് എഴുതി കൊടുക്കുക, ലാലുവിനും കുടുംബത്തിനും എഴുതി കൊടുത്ത ശേഷം റെയിൽവേ ജോലി വാങ്ങിക്കുക. ഇതായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഭരണമാണ്, ഈ ദുഷ്ചെയ്തികളാണ് ലാലുവിനെയും ഒരു ഘട്ടം വരെ ഇപ്പൊ തേജസ്വി യാദവിനെയും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്.
അദ്ദേഹം പറയുന്നത് ബീഹാറിലെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. BJP സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് ആ സംസ്ഥാനം. നമുക്കറിയാമല്ലോ, ബീഹാറും ആന്ധ്രാപ്രദേശും BJP സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രത്യേകിച്ച് നമുക്ക് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. ബീഹാറിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളം പോലെ തന്നെ അവർക്കൊരിക്കലും വടക്കേ ഇന്ത്യയിൽ കയ്യിൽ കിട്ടാതെ പോയൊരു സംസ്ഥാനമാണ് ബീഹാർ. അപ്പൊ അതുകൊണ്ട് എന്തു വില കൊടുത്തും ബീഹാർ അവർ പിടിച്ചിരിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാറുമായിട്ട് ചേർന്ന് എന്ത് വില കൊടുത്തും BJP അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഇപ്പൊ നിതീഷിനെ ഒരു പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കുന്നത്. പണ്ട് കർപ്പൂരി താക്കൂറിന് കൊടുത്തില്ലേ, ഭാരതരത്നം കൊടുത്തതുപോലെയുള്ള തീരുമാനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഒരു ബീഹാർ രാഷ്ട്രീയം പിടിക്കാൻ നിൽക്കുന്നത്. ആ സമയത്താണ് ഈ RJDക്ക് ഇപ്പൊ ഈ പറഞ്ഞതുപോലെയാണ്. RJD ആരുടെ സഹായമാണ് തേടിയിരുന്നത്? കോൺഗ്രസിന്റെ ബീഹാറിലെയൊക്കെ അവസ്ഥയും നമുക്ക് അറിയാമല്ലോ. അവർക്കൊക്കെ എത്ര കണ്ട് പിന്നെ RJDയെ സഹായിക്കാൻ പറ്റുമെന്നുള്ളൂ. ഇപ്പൊ ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള യുദ്ധമാണ്. ബീഹാർ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിയാണ്. ഇന്ത്യയിലെ പിന്നെ പട്ടാളത്തിന് ഒരു ജോലിയുണ്ട്, അതേപോലെ തന്നെ പോലീസിന് പിന്നെ ക്രമസമാധാനം പരിപാലിക്കാനുള്ള ജോലിയുണ്ട് എന്ന് പറഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക, കാലാകാലങ്ങളിൽ ശുദ്ധീകരിക്കുക എന്നുള്ള അവരുടെ ജോലിയാണത്. ആ ജോലി മാത്രമാണ് അവരിപ്പോ അവിടെ ചെയ്തിരിക്കുന്നത്. ചെയ്തപ്പോ എന്താ കാണാൻ പറ്റിയിരിക്കുന്നത്? 52 ലക്ഷത്തോളം വോട്ടർമാരെ കാണുന്നില്ല, അല്ലെങ്കിൽ അവരെ അയോഗ്യരാക്കപ്പെടുകയാണ്. കമ്മീഷൻ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിലേതാണ്ട് 20% ആളുകൾ മരിച്ചുപോയവർ, 20 ലക്ഷത്തോളം ആളുകൾ മരിച്ചുപോയവർ, ബീഹാറിൽ മരിച്ചുപോയ 20 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും വോട്ടർ പട്ടിക നിലനിൽക്കുന്നു. 28 ലക്ഷത്തോളം ആളുകളെ കണ്ടെത്തിയിട്ടില്ല. അവർക്ക് ബീഹാറിൽ അഡ്രസ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അവരെന്ത് എവിടെയാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോഴീ 1.5 ലക്ഷം ആളുകളെ കാണുന്നുമില്ല. ആരാണ് എന്താണെന്നറിയാം, ഒരു ഐഡന്റിറ്റിയും ഇല്ല അവർക്ക്. ഇത് ഈ പട്ടിക ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. അവരേതാണ്ട് സമ്പൂർണ്ണമായിട്ട് ഏതാണ്ട് 99% വോട്ടർ പട്ടിക കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ 52 ലക്ഷത്തിന് അധികപ്പറ്റായിട്ട് അവിടെ അവര് ശരിക്കും കൊടുത്ത വോട്ടർമാരല്ല. ആ സംസ്ഥാനത്തെ നിലവിൽ വോട്ട് ചെയ്യാൻ അധികാരമുള്ള ആളുകളല്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ അന്യ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള ചില രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുവന്ന് ഇത്തരം ചില കാര്യങ്ങൾ കാണിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ചെയ്തതാണെന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ സംസ്ഥാനത്തില്ലാത്ത വോട്ടർമാരാണ്, നിങ്ങൾ അവരെ ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാനുള്ള പ്രൂഫ് തരൂ. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാര്, ബ്ലോക്ക് ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരും. അവർക്ക് അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്താൽ മതി. പൂരിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഫോം അയച്ചു തരാം, അത് പൂരിപ്പിച്ച് അയച്ചാൽ മതി. 1 മാസത്തെ സാവകാശമുണ്ട്. 1 മാസത്തിനകമേ ഇത് ഫൈനൽ ലിസ്റ്റ് വരികയുള്ളൂ. പക്ഷെ അപ്പൊ വരുന്ന മറ്റൊരു വിദണ്ഡവാദം എന്ന് പറയുന്നത് അവരൊക്കെ നിരക്ഷരരാണെന്നാണ് പറയുന്നത്. ബീഹാറിലെ പഴയ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട്, അവർ പണ്ട് ഡൽഹിയിലൊക്കെ റിക്ഷ വലിച്ചിരുന്ന കാലത്തെ ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചില പ്രസ്താവനകളെ രാഷ്ട്രീയക്കാർ വരുന്നത്. അവരൊക്കെ നിരക്ഷരരാണ്, അവർക്കൊന്നും GPay ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ഒരു മാറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ അറിയത്തില്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് നമ്മൾ കേൾവിയില്ലാത്ത. ഒരു മനുഷ്യനും ഇന്ത്യയിൽ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ ഇപ്പൊ 80%മായി GPayയുടെ ഉപയോഗം 80%മായി. കൂലിപ്പണിക്കാരനും റിക്ഷാവലിക്കാരനും സാധാരണ കച്ചവടക്കാരനും മീൻ കച്ചവടക്കാരനും വരെ GPay സംവിധാനത്തിൽ കൂടാണ് പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വാദങ്ങളൊന്നും നിൽക്കത്തില്ല. ഇപ്പൊ നമ്മുടെ മലയാളികൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. മലയാളികളെ ഏറ്റവും കൂടുതൽ ഷെയർ ട്രേഡിങ്, മറ്റു തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നവരാരാ? നമ്മളതൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ബീഹാറികളാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബീഹാറികളാണ് വലിയ സാക്ഷരതയുണ്ടെന്ന് പറയുന്ന മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പോലീസ് കേസുകൾ നമ്മൾ കണ്ടു. അപ്പൊ ബീഹാറികൾക്ക് ഇത്തരം കാര്യങ്ങളില്, സാങ്കേതിക കാര്യങ്ങളിലൊന്നും വിവരമില്ലെന്നൊന്നും ഈ പറയുന്ന പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാർ പറയരുതെന്നാണ് നമുക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. 52 ലക്ഷം പേര് പുറത്താണ്. എല്ലാവർക്കും അറിയാം, അവര് ബംഗ്ലാദേശിൽ നിന്ന് നമ്മള് അതേപോലെ തന്നെ പഴയ ബർമ്മ, മ്യാൻമാറിൽ നിന്ന് കുടിയേറിയവരാണ്. നേപ്പാള്, ഇതുമൊക്കെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അവിടെ. അവിടെ നിന്ന് അനധികൃതമായിട്ട് കുടിയേറിയവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചവരുണ്ടാകും. പക്ഷെ ഇപ്പോഴ് 18-നും 38-നും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ളവരുടെ രേഖകൾ അവരാധികാരികമായിട്ട് രേഖ കാണിച്ചാൽ മതി.
ആധാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നില്ല. ആധാർ വോട്ടർ ഐ ഡി അവർ പരിഗണിക്കുന്നില്ല. കാരണം അത് പരിഗണിക്കാൻ ഒക്കുകയല്ല. ഇപ്പൊ നമ്മൾ തന്നെ കേരളത്തിൽ പെരുമ്പാവൂരിൽ കണ്ടു കഴിഞ്ഞു. എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് 2, 3, 4 ആധാർ കാർഡാണ്. അവർ ഇത് ഈ ആധാർ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പ്രത്യേക കേന്ദ്രം തന്നെ പെരുമ്പാവൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പെരുമ്പാവൂർ എടുത്തു പറയാൻ കാരണം ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ ജോലി ചെയ്യും. അവർ കൃത്യമായിട്ട് ഈ 52 ലക്ഷം പേര് ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് കോടതിയിലാണ് കാണാവുന്നത്. കോടതിയിൽ കേസ് വരുന്നുണ്ട്. ഇപ്പൊ അടുത്ത തിങ്കളാഴ്ച അതിന്റെ കേസ് വരുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗ് ഒരു നേതാവും കൂടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങളിലൊന്നും വലിയ തർക്കങ്ങളൊന്നും കോടതി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് വോട്ടർ പട്ടിക ക്ലീൻ ആക്കുക എന്നുള്ളത്. പിന്നെ ഇതിനകത്തില് സമയപരിധി ചുരുങ്ങിപ്പോയോ എന്നുള്ളത് മാത്രമേ കോടതി പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തേജസ്വി ഇപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല. പണ്ട് അച്ഛനും അത് കഴിഞ്ഞ് അമ്മയും ചെയ്ത പ്രവൃത്തിയുടെ ഫലം അത് അനുഭവിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി.